പക്ഷെ ഇത്തരം ഒരു അന്വേഷണവുമായിട്ട് എല്ലാവരും സഹകരിക്കുകയും ചെയ്യണം. ഇത്തരം ഒരു എക്സൈസും പോലീസും ഇനിയും ഞാൻ ചോദിക്കുന്നത് അതുകൊണ്ടാണല്ലോ ഇവിടുത്തെ എക്സൈസും ലോ ആൻഡ് ഓർഡർ. സിനിമാക്കാർ മാത്രമല്ല, ഇത് എല്ലാവരും നമ്മള് 5 പേരെടുത്ത് കഴിഞ്ഞാൽ അവര് മാത്രമാണ് ഇത്. നമ്മള് സൈമൾട്ടേനിയസ് ആയിട്ട് മനോരമ മാതൃഭൂമി എടുത്തിട്ട് അതിനോട് അടുത്തടുത്ത പേജുകളിൽ ഇഷ്ടം പോലെ കിലോ കണക്കിന് നമ്മൾ വലിയ ഡ്രഗ്സ് എടുക്കുന്നത്. അപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ സിനിമ ആകുമ്പോൾ ഒരു ലൈം ലൈറ്റിൽ ഒരു വാർത്ത കിട്ടും എന്നല്ലാണ്ട് ഒരു അറ്റൻഷൻ കിട്ടും തന്നെ അപ്പുറം ഡെയിലി ഇത് പിടിക്കുന്നുണ്ട്. അപ്പൊ ഇതിനു വേണ്ടി മാത്രം പോലീസുകാർക്ക് ഇത് പിടിച്ച എത്ര പോലീസുകാരെ നമ്മൾ വാർത്തയിൽ കണ്ടു? അല്ലെങ്കിൽ അവർ വന്നിട്ട് ഇതിനെക്കുറിച്ച് അവർക്ക് അതിന്റെ ഒരു അറ്റൻഷന്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പോലീസുകാർക്ക് അങ്ങനെ ഒരു ഇത് വേണമെന്നുള്ള ഒരു ക്രെഡിറ്റ് വേണമെന്നുള്ള, കാരണം അവർ കാലാകാലങ്ങളായിട്ട് എത്രയോ ആൾക്കാരെ പിടിക്കുന്നുണ്ട്. പിന്നെ ഇതെനിക്ക് തോന്നുന്നു ഈ നോർമൽ പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യുക. കാരണം ഇവരെയൊക്കെ തന്നെ എനിക്ക് തോന്നുന്നു മീഡിയ ആയിരിക്കും ഇതിനെ ഗ്ലോറിഫൈ ചെയ്ത് ഇതിനെ വലിയ രീതിയിൽ വാർത്തയാക്കി ഇതിനെ ഡിസ്കഷൻ കൗണ്ടർ പോയിന്റ്, മറ്റേത് ഡിബേറ്റ്, ചർച്ച. ഷൈൻ്റെ തന്നെ കേസ് ഞാൻ ആലോചിക്കുകയാണ്. ഷൈൻ്റെ ഒക്കെ വീട്ടിൽ ചെന്നിട്ട് ഒന്നാമത്തെ ഷൈൻ്റെ അച്ഛനായിക്കോട്ടെ അമ്മയ്ക്കോട്ടെ നമുക്കറിയാം 70 വയസ്സിന് മുകളിലുള്ളവരൊക്കെ അവരൊക്കെ വീണ്ടും നമ്മൾ ഇത്രമാത്രം ഹോണ്ട് ചെയ്യേണ്ട കാര്യമുണ്ടോ? പിന്നെ മീഡിയക്കാരെ നമുക്കൊരു സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ, മീഡിയക്ക് ഒരു വാർത്ത കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് സ്വാഭാവികമായിട്ട് സെലിബ്രേറ്റ് ചെയ്യപ്പെടണം. പ്രത്യേകിച്ച് സിനിമയും രാഷ്ട്രീയമാണ് ലോകത്തിൽ എവിടെ പോയാലും സിനിമയും പൊളിറ്റിക്സും സ്പോർട്സും ആണ് ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്ന വാർത്ത. സോ അവരെ സംബന്ധിച്ചിടത്തോളം എന്തിനത് കളയണം? ഇങ്ങനൊരു ഇത്രയും പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ ഇതുപോലത്തെ സാധനം കൺസ്യൂം ചെയ്യുന്നതെന്ന് അറിയുമ്പോൾ അവർ സെലിബ്രേറ്റ് ചെയ്യും. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അടുത്ത ആളിലേക്ക് പോകുമ്പോൾ ആദ്യം ഒരു സംഭവം വരുന്നു, പിന്നെ വേടം വരുന്നു, അതിന് മുന്നേ ഉണ്ടായിരുന്ന ആൾക്കാരെ മറന്നു, പിന്നെ വേടം വരുന്നു, പിന്നെ അടുത്തൊരു സംഭവം വരുമ്പോൾ അടുത്ത ആളെ പിടിക്കുന്നവരെയാണ്. ഇത്രയേ ഉള്ളൂ. അത് കഴിയുമ്പോൾ ഇവരൊക്കെ പഴയതാവും. ആദ്യം ഷൈനിൽ തുടങ്ങിയതാണ്. ഷൈന് കഴിഞ്ഞ് ഷൈൻ മറന്നു. നമ്മൾ 2 ദിവസത്തിനുള്ളിൽ ഷൈന് ചാടിയത് ഇതൊക്കെ നമ്മൾ മറന്നിട്ട് നമ്മൾ നേരെ വേടനിലോട്ട് പോയി. ഇനി അടുത്തൊരു വലിയ സംഭവം വരുമ്പോൾ, ഒരു വലിയ വേട്ട വരുന്ന സമയത്ത് ആൾക്കാർ ഇവരൊക്കെ മറക്കും. പക്ഷെ അൾട്ടിമേറ്റ്ലി ഒഫൻസ് ഇസ് ആൻ ഒഫൻസ്. അത് അവർക്കും ബോധമുണ്ട്. അവരതിന് എന്താ പറയണ്ടത്, സ്റ്റേഷൻ ജാമ്യത്തിൽ വന്നിറങ്ങി. ആൻഡ് അവര് വേടൻ പറഞ്ഞു അത് തിരുത്താൻ വേണ്ടി തിരുത്താന്ന് പറഞ്ഞു. ഷൈൻ ഓൾറെഡി ഡി അഡിക്ഷനിലോട്ട് പോയി, ബാസി ഇപ്പൊ പോകാൻ പോകണം. അപ്പൊ എല്ലാം കൊണ്ടും ഓണെ പോസിറ്റീവ് നോട്ടല്ലേ ഇതെല്ലാം അവസാനിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. അല്ലെങ്കിൽ ഇതൊന്നും അല്ലേ, എല്ലാം നല്ല രീതിയിലല്ലേ അവസാനിച്ചിട്ടുള്ളത്. ഷൈനെ നമുക്കറിയാം. ഷൈൻ എത്രയോ കാലം ഹാജരായല്ലോ. ഷൈൻ ഇപ്പൊ ഡി അഡിക്ഷനിൽ അവിടെ പോയി ഇരിക്കുന്നു. വേടൻ ഇതിന്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് മോശമാണെന്ന് പറയുന്നു. അപ്പൊ എല്ലാം പോസിറ്റീവായിട്ടല്ലേ അവസാനിച്ചിട്ടുള്ളത്. ഇതിനെന്തിനാണ് വളരെ ഇതായിട്ട് ഇതിന് ഇത് ചെയ്യുന്നുള്ളതാണ് സ്ട്രക്ചർ ചെയ്ത്. ഇതിന് നെഗറ്റീവായിട്ടൊന്നും ഇല്ലല്ലോ. എല്ലാരും നല്ലതിലോട്ട് മാറണം എന്നല്ലേ ചിന്തിച്ചിട്ടുള്ളൂ. ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ എല്ലാം അവരവരുടെ ജീവിതത്തിൽ അവർക്ക് നല്ലതെന്ന് തോന്നിടത്തോളം അത് ഓക്കെയാണ്. അത്രേ ഉള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ആകട്ടെ. സിനിമകളിൽ നല്ല രീതിക്ക് അഭിനയിക്കാൻ ഈ പറഞ്ഞവർക്കൊക്കെ കഴിവുള്ളവരാണ്. അവർ സിനിമയിലേക്ക് നിന്ന് തിരിച്ചു വരാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ് എന്നാണ് നമുക്ക്. അവസാനം നടന്നില്ല നമ്മുടെ പടത്തിനെ കുറിച്ച് രണ്ടു വാക്കൊന്ന് പറയണേ. അല്ല ലഹരിയിലേക്കൊന്നും പോയിട്ടില്ല. അല്ല ഞാൻ പറഞ്ഞു കുറെ നേരം ലഹരി വിമുക്ത ക്ലാസ്സുകൾ ഓൾറെഡി കഴിഞ്ഞതാണ്. വൈദ്യർക്കൊന്ന് പറയണേന്ന് പറഞ്ഞത്. ഈ സിനിമ ഇതുമായിട്ട് ബന്ധപ്പെട്ടല്ല, ലഹരിയായിട്ട് ബന്ധപ്പെട്ടല്ല, ബന്ധപ്പെട്ട സിനിമയല്ല, ലഹരിക്ക് എതിരായ ഒരു സിനിമയാണ്. ഈ സിനിമയാണ് ഞങ്ങളുടെ ലഹരി. ഈ സിനിമയാണ് നമ്മുടെ ലഹരി. ആ ലഹരിയിൽ അന്വേഷണത്തിലൂടെ നമ്മുടെ പബ്ലിസിറ്റിയിലൂടെ, മൗത്ത് പബ്ലിസിറ്റിയിലൂടെയും ആളുകൾ ഈ തിയേറ്ററിലേക്ക് ഒഴുകിയെത്തട്ടെ എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ഞാൻ ഇവൻ പറയുന്ന പോലെ ധ്യാന്റെ തലയിലേക്ക് ഇടാനല്ല ഉദ്ദേശിക്കുന്നത്. എല്ലാവരും തലയിലേക്ക് ഇട്ടുകൊണ്ട് തലയിലിട്ട് വിജയിപ്പിക്കുക. ഫണ്ണാണ് ഫണ്ണ്. മാറും. 2 പുതിയ സംവിധായകരെയാണ് ഇതിലൂടെ മലയാള സിനിമയ്ക്ക് കഴിവുള്ള 4 പുതിയ കഴിവുള്ള നടന്മാര്. 6 പേരാണ് മലയാള സിനിമയ്ക്ക് മെയ് മാസത്തിൽ തരുന്നത്. അവരുടെ വിജയങ്ങൾ നമുക്ക് ആഘോഷിക്കാൻ കഴിയും. നമ്മക്കൊന്നും വേണ്ടേ. വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല. ഇംഗ്ലീഷ് കഫേ, വി പ്രസന്റ് യു ദ പെർഫെക്റ്റ് ഇംഗ്ലീഷ്. വാട്സ്ആപ്പ് നൗ 9633 888 575. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.